സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് റസ്റ്റ് ലൂപ്സ് എന്താണെന്നാണ്. ലൂപ്സ് എന്ന് വെച്ചാൽ ഒരു കോഡിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ലൂപ്സ് എന്ന് വെച്ചാൽ. എനിക്ക് കേസ് ഇൻഡെക്സ് ആണ്. ഒരു കേസ് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ അത് എനിക്കൊരു 10 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 10 പ്രാവശ്യം എനിക്ക് പ്രിന്റ് കൊടുത്താൽ പോരെ, മതി. പക്ഷേ എനിക്ക് 100 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം, 200 പ്രാവശ്യം, 1000, 2000, മില്യൺസ് അത്ര ടൈം പ്രിന്റ് ചെയ്യണം. അപ്പോൾ എന്ത് ഞാൻ അത്രയും ടൈം പ്രിന്റ് അടിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യും, ഞാൻ ലൂപ്പിൽ ഒറ്റ പ്രാവശ്യം കൊടുത്തിട്ട് ആ ലൂപ്പിൽ കൊടുക്കും. അത് ലൂപ്പിൽ അടിക്കും എത്ര പ്രാവശ്യം വർക്ക് ചെയ്യുമെന്ന്. അപ്പോൾ അത് അത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ലൂപ്സ്. അപ്പോൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പാണ്. 3 ടൈപ്സ് ലൂപ്സ് ഉണ്ട്: വൈൽ, ലൂപ്പ്, ഫോർ. അപ്പോൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പാണ്. അപ്പോൾ നമുക്ക് വി എസ് കോഡ് വഴി കാണിച്ചാൽ എന്താണെന്ന്. വി എസ് കോഡ് ഓപ്പൺ ചെയ്യണം, ഒരു കോഡ് അടിക്കാം. ഫോർ ഐ ഇൻ 1.100. ഓക്കെ, പ്രിന്റ് എല്ലാം ഹലോ വേൾഡ്. ഓക്കെ, ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് പ്രിന്റ് ചെയ്യുമെന്ന് വെച്ചാൽ 1 തൊട്ട് 100 വരെ, എന്ന് വെച്ചാൽ 1 തൊട്ട് 99 വരെ പ്രിന്റ് ചെയ്യും. അപ്പോൾ 100 എന്താ വെച്ചാൽ അറിയുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ടു കൊടുക്കണം. ഇനി ഡോട്ടിൻ്റെ അടുത്ത് എന്താ 100ന് മുമ്പ് വരാം, ഈക്വൽ ടു കൊടുത്താൽ 100 വർഷം പ്രിന്റ് ചെയ്യും. അപ്പോൾ ഞാനൊരു സാധനം കൊടുക്കാം, ഞാനൊരു ബ്രാക്കറ്റ് കൊടുക്കാം, ഇവിടെ ഐയും കൊടുക്കാം. ഐ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഐട്രേഷൻ ഒരു വേരിയബിൾ ആണ്. എനിക്ക് പറയാം, ഒരു കൗണ്ടറാണ്. ലൂപ്പ് കറങ്ങാൻ അനുസരിച്ച് അതിൽ വാല്യൂസ് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് വാല്യൂ 1 ആയിരിക്കും, 1നെ തുടങ്ങുന്നുണ്ട്, 1 ആയിരിക്കും. അടുത്ത 2 ആവും, 3 ആവും, 4. അങ്ങനെ ഈ ഐയിലെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. 100 ആണ് വരെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, പ്രിന്റ് കാണിച്ചാൽ അപ്പോൾ മനസ്സിലാവും. കണ്ട 100 വർഷം പ്രിന്റ്. ഇപ്പം അവസ്ഥ തുറക്കുന്ന കാണിച്ചു തരാം. കണ്ട 1 തൊട്ട് 100 വരെ. ഇപ്പം ഈ നമ്പേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഐ കൊടുത്തില്ല, ഈ ഐ ആണ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് നമ്മൾ ലൂപ്പ് എത്ര വർഷം വർക്ക് ചെയ്യും അത്ര ഹൈലൈറ്റ് നമ്പർ 1 ആഡ് ആയിക്കൊണ്ടിരിക്കും. 1, 1, 2, 3 അങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 100 പ്രിന്റ് ആയി. കണ്ട, അപ്പോൾ അതിൻ്റെ ഐ ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പ് എന്ന് വെച്ചാൽ. നമുക്കൊരു കോഡിനെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഈ കോഡിനെ ഹലോ വേൾഡ് ഒറ്റ പ്രാവശ്യം അടിക്കും. ഇൻസ്റ്റോഫ് ഇതിങ്ങനെ 100 പ്രാവശ്യം അടിക്കുന്നതായിരിക്കും. ഇങ്ങനെ എങ്ങനെ അടിക്കേണ്ടി വരാം, ഇങ്ങനെ 100 പ്രാവശ്യം കൊടുക്കണ്ട. ഇപ്പോൾ ഇത് കുറയുള്ളൂ, 100 എന്ന് പറയുമ്പോൾ വലിയ നമ്പറാണ്. അത്യാവശ്യം കൊടുക്കാൻ കോഡ് ഇങ്ങനെ ജംഗിൾ ചെയ്യുക വെച്ചാൽ ഒരു കോഡ് മാനേജബിൾ അല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റ ഓർമ്മ കൊടുത്ത് എന്ത് ചെയ്ത് അതിനെ മൾട്ടിപ്പിൾ റിപ്പീറ്റ് ചെയ്യിപ്പിച്ച് ഫോർ ലൂപ്പ് വെച്ച്. അപ്പം കോഡ് മാനേജബിൾ അല്ല, കാണാൻ സുഖമുണ്ട്, ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പ്. ഇനി ചില കേസിൽ എനിക്ക് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണം, ഏതെങ്കിലും കേസിൽ എനിക്ക് സാധനം റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ അല്ല ഐയുടെ ആവശ്യം എനിക്കില്ല. അതിന് എന്ത് കൗണ്ടറാണ് എന്ന് വെച്ചാൽ എല്ലാ റിപ്പീറ്റേഷനിലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ആയി 1 പ്ലസ് ആയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ 1 ആണെങ്കിൽ പിന്നെ 2, 3 ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, എത്ര കൊടുത്തിട്ടുണ്ട്, ഒരു 100 വരാം. അപ്പോൾ ഈക്വൽറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ 99 വരെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് ഐ വേണ്ട. ആ കേസിൽ എന്ത് ചെയ്യും? ഇപ്പോൾ എങ്ങനെ ഐ കൊടുത്തില്ല, ഇങ്ങനെ കൊടുക്കാനും പ്രശ്നമില്ല. ഇപ്പോൾ ഐ കൊടുക്കല്ലേ, ഞാൻ കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ ഒരു വാണിംഗ് കാണിക്കും. പ്രശ്നമില്ല, വാണിംഗ് ആണ്, എററല്ല. എന്താ റസ്റ്റ് ഒരു സേഫ് ലാൻഡ്. ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതിയുടെ ആവശ്യം പിന്നെ എന്തിനാ വെച്ചേക്കുന്നത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിയുടെ ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യുക, അതിക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം, അണ്ടർസ്കോർ. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്, എനിക്ക് അതിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് അണ്ടർസ്കോർ കൊടുത്തത്. ഞാൻ അത് എനിക്ക് റിപ്പീറ്റേഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പിന്നെ ചില വാണിംഗ് കാണിക്കില്ല. കണ്ട, വാണിംഗ് ഇല്ല ഇവിടെ. ഏറ്റവും മൂവി പോയാൽ കണ്ട അവിടെ വാണിംഗ് ഇല്ല. ഓക്കെ, മുമ്പത്തെ കോഡ് നോക്കുകയാണെങ്കിൽ വാണിംഗ് കാണിച്ചു തരാം. കണ്ട, വാണിംഗ് കാണിച്ച് കണ്ട ആ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, നമ്മളൊരു കോഡ് റിപ്പീറ്റ് ചെയ്യാനല്ലേ, ഇത് ഒന്നൊന്നായിട്ട് റിപ്പീറ്റ് ചെയ്യും. നമുക്ക് 2 റിപ്പീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ 1 വെച്ച് കൂടി വന്നിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. വിത്ത് ഞാൻ ഇപ്പോൾ കാൽക്കുലേഷൻ ജെലിഫൊന്നും ഉപയോഗിക്കണം, ഡയറക്റ്റ് ഒരു ഈവൻ നമ്പേഴ്സിലേക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ പ്രിൻ്റെല്ലാം മാറ്റാം, മറ്റേ പ്രിൻ്റ് ആക്കാം. ഇവിടെ ഐ കൊടുത്തു, എന്നിട്ട് ഇവിടെ ഇവൻ കൊടുത്തു. ഓക്കെ, ഇവിടെ ഐ കൊടുക്കാം. അയച്ചാ എനിക്ക് ഇവൻ നമ്പേഴ്സ് ഇട്ടണം ഇതിൻ്റെ. അപ്പോൾ സ്റ്റാർട്ടിങ് 0, ഞാൻ 2 കൊടുക്കുകയാണ്. 2 കൊണ്ട് 100 ഇവൻ നമ്പേഴ്സ് ഇട്ടണം. അപ്പോൾ എളുപ്പം എന്തായിരിക്കും, നമുക്ക് ഇഫ് ഉപയോഗിക്കാതെ വേറെ വഴിയും കൂടി ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം. ഓക്കെ, ബ്രാക്കറ്റിൽ. ഓക്കെ, ഈ സാധനത്തിനാ എന്ത് ചെയ്യണം, ഡോട്ട് സ്റ്റെപ്പ് ബൈ സാധനമുണ്ട്, 2 കൊടുക്കാം. അപ്പോൾ എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഐട്രേഷൻ എത്രയായിട്ട് കൂട്ടണം എന്ന് വെച്ചാൽ നേരത്തെ സിംഗിൾ ആയിരുന്നു. ഫസ്റ്റ് 1, പിന്നെ 2, പിന്നെ 3, 4 അങ്ങനെ ഐട്രേഷൻ വർക്ക് ചെയ്ത് വന്നത് അല്ലേ. ഇങ്ങനെ ഒന്നൊന്ന് കൂടി വർക്ക് ചെയ്ത് വന്നത്. നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് 2 ആയിട്ട് കൂട്ടണം. ബൈ ഡിഫോൾട്ട് 1 ആണ്, 1 ആയിട്ട് കൂട്ടണം. എനിക്ക് 2 ആയിട്ട് കൂട്ടണം. ഫസ്റ്റ് 2, പിന്നെ 4, 6, 8 കണ്ട ഗ്യാപ്പ് ഉണ്ട്. ഈ 2 സാധനത്തിൽ മറ്റേ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 1, 2, 3, 4 ഈ 1ഉം 2ൻ്റെ ഗ്യാപ്പ് എത്രയാ, 1 അല്ലേ. 2 - 1 ചെയ്തിട്ട് കിട്ടും, 1 കിട്ടും. പക്ഷേ ഈ 2ൻ്റെ ഗ്യാപ്പ് എത്രയാ, 2 ആണ്. അപ്പോൾ ആ 2 ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഗ്യാപ്പ് 2 ആയി കൂട്ടണം, 2 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ബൈ ഡിഫോൾട്ട് 1 ഇപ്പോൾ ഇത് കണ്ടിട്ട് 1 കൊടുത്താൽ
സെയിം ആണ്. ഇപ്പം ഇത് കൊടുത്താൽ ഇത് കുറക്കാനുള്ള സെയിം തന്നെ, 1 ബൈ ഡിഫോൾട്ടാണ്. പക്ഷെ 2 കൊടുത്ത് എന്ത് ചെയ്യും, 2 കൂട്ടും. പ്രിന്റ് കാണിച്ചു തരാം. കണ്ട 2 4 6 8 10 12 40 ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങളിത് ഈവൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത്. കാരണം ഇവിടെ ഇപ്പോൾ 1 കൊടുത്താൽ എന്ത് പറ്റും, ഓട് കിട്ടും. ഇപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യുകൊണ്ട് 1 പിന്നെ 2 കൂട്ടി കൊടുക്കുന്നത്. ഓക്കെ, കണ്ട. അപ്പോൾ ഇത് ഈവൻ നമ്പേഴ്സ് പഠിക്കുന്ന രീതിയല്ലേ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. 2 കൂടുന്നുള്ളൂ. ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നില്ലെങ്കിൽ കുറച്ച് റിപ്ലൈ അടിച്ച് നോക്കാം വീഡിയോ. ഒന്നുമില്ല, 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന പകരം നമ്മൾ 2 ഇൻക്രിമെൻറ്റ് ചെയ്യണം. നിങ്ങൾ സി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും I++ കൊടുക്കില്ല. അതെന്താ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് 2 ഇൻക്രിമെൻറ്റ് ചെയ്യണം ഇൻസ്റ്റെഡ് ഓഫ് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന പകരം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് സ്റ്റെപ്പ് ബൈ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അങ്ങനെ റിവേഴ്സ് ചെയ്യാണ്. ഇത്ര നമ്മൾ പ്രിന്റ് ചെയ്തില്ല. അങ്ങനെ അസെൻഡിങ് ഓർഡർ പ്രിന്റ് ചെയ്യും. നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് വെച്ചാൽ റിവേഴ്സ് പ്രിന്റ് ചെയ്യണം. അത് എന്ത് ചെയ്യും, അതിലെന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്ത് ചെയ്യും, REV എന്ന സാധനമുണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഉപയോഗിച്ചാൽ മതി. മാർക്കറ്റ് ബ്രാക്കറ്റ് ഇടണം ഈ രണ്ടിടത്തിനും. അത് കഴിഞ്ഞ് .REV. ഓക്കെ, പ്രിന്റ് കാണിച്ചു തരാം. കണ്ടപ്പോൾ റിവേഴ്സ് പ്രിന്റ് ചെയ്ത് ഇൻസ്റ്റെഡ് ഓഫ് 1 2 3 4 ഇത് പ്രിന്റ് എങ്ങനെയാ 100 99 98 97 റിവേഴ്സ് പ്രിന്റ് ചെയ്ത്. അത് ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ഫോർ ലൂപ്പിനാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഫോർ ലൂപ്പിനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.